ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. നെയ്ച്ചോറിനും പത്തിരിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകവും ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് സവാള ഇടുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ മുളകിടണ ചിക്കൻ കറിക്ക് വേണ്ട അത്ര സവാള എടുക്കണ്ട, കുറച്ച് സവാള എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുണ്ട്. അത് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതും ഇട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ചധികം മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെക്കുക. അതിനിടയിൽ നമുക്ക് അപ്പോഴേക്കും അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് തേങ്ങ ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അതാണ് കഷ്ണാക്കിയിട്ടിങ്ങനെ അതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പും പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കുക. അതാ കണ്ടോ, അതിൽ തന്നെ വെള്ളം വന്നതാണ്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ നല്ല ആ പാകത്തിന് വെള്ളമുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. കറി റെഡി.